ക്യാബേജ് കൊണ്ടൊരു അവിയലുണ്ടാക്കിയാലോ? അവിയലെന്നോ കറിയെന്നോ പേരിടാം, എന്തായാലും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. 1 സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കാം. ചെറുതായി അരിഞ്ഞ ഉള്ളിയും കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ട് വഴറ്റാം. ഉള്ളി വാടി തുടങ്ങുമ്പോൾ 100 ഗ്രാം ക്യാബേജ് മുറിച്ചതിൻ്റെ കൂടെ 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് കായപ്പൊടി, പാകത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് വഴറ്റണം. ക്യാബേജിൻ്റെ പച്ചമണം മാറിക്കിട്ടണം. ഈ സമയം 1/4 കപ്പ് ചെറുപരിപ്പ്, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ വെളിച്ചെണ്ണയും പാകത്തിന് ഉപ്പും 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് പ്രഷർ കുക്കറിൽ ഒറ്റ വിസിൽ മതിയാവും. ചെറുപരിപ്പ് നന്നായി വെന്തുടഞ്ഞ് കിട്ടും. ഇതിനി പകുതിയോളം കുക്കായ ക്യാബേജിൽ ചേർക്കാം. ഇങ്ങനെ ക്യാബേജ് ഉണ്ടാക്കുമ്പോൾ ചോറിനൊപ്പം മാത്രമല്ല, ചപ്പാത്തിയുടെയും ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നന്നായിരിക്കും. ഇതിൻ്റെ അരപ്പിനായി 1/2 കപ്പ് തേങ്ങ, 1/4 സ്പൂൺ ചെറിയ ജീരകം, 3 കൊച്ചുള്ളി, 5-6 വെളുത്തുള്ളി, എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് അവിയലിൻ്റെ പാകത്തിന് ചതച്ച് ചേർക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് പാത്രം അടച്ചു വെച്ച് ചെറുതീയിൽ കുക്ക് ചെയ്യാം. ഇനി കഴിച്ചു നോക്കൂ, സൂപ്പറാ, തീർച്ചയായും കഴിക്കാൻ ഇഷ്ടമാവും. ഈ കറിക്ക് ഇത്രയും രുചിയുണ്ടെന്ന് കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റൂ. വെള്ളം വളരെ കുറച്ച് മാത്രമേ പരിപ്പ് കുക്ക് ചെയ്യുമ്പോൾ ചേർക്കാൻ പാടുള്ളൂ എന്ന് മാത്രം.